ഭഗവാനെ, ഞാൻ പുതിയതായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ ടെസ്റ്റിലെങ്കിലും ഞാനൊന്ന് പാസ്സാവണേ. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ലൈസൻസ് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഈ ടെസ്റ്റിലെങ്കിലും എനിക്കൊന്ന് ലൈസൻസ് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഡ്രൈവിംഗ് മുത്തപ്പാ. ഇവിടുത്തെ RTO ഭയങ്കര പ്രശ്നക്കാരനാണെന്നേ. അങ്ങനെ ഒന്നും ലൈസൻസ് തരില്ല അയാള്. എനിക്ക് അങ്ങനെ ലൈസൻസ് തരാൻ പറ്റില്ല 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 എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല. അയ്യോ മോനെ, അങ്ങനെ പറയരുത്. എനിക്ക് ലൈസൻസ് തന്നേ പറ്റൂ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ അവിടെ ഫോണിലാണ് സംസാരിക്കണേ. നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കൈക്കൂലി വാങ്ങിയിട്ട് ലൈസൻസ് കൊടുക്കുന്ന ഒരാളാന്ന്. പക്ഷെ ഞാൻ ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ട് ലൈസൻസ് കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾ തിരിച്ചു വിളിക്കാം. ഇതെന്താ എന്താണ്? അയ്യോ സോറി മോനെ, കൈക്കൂലി വാങ്ങാൻ പറ്റൂല, എനിക്ക് അറിയില്ല. സോറി. വെച്ച ഞാൻ ദക്ഷിണയായിട്ട് കൂട്ടിക്കോളാം, കൈക്കൂലിയായിട്ട് കൂട്ടണല്ലേ. ദക്ഷിണായിട്ടാ? അതെന്താണ് ഒരു കൈ നീ ബാക്കോട്ട് വെച്ചേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇടത് കൈയിൽ വാങ്ങുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നല്ലേ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ കൈ കൊണ്ട് വാങ്ങണല്ലേ. എടാ മോനെ, എനിക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് തരണം മോനെ. പെട്ടെന്ന് ലൈസൻസ് ഒക്കെ വാങ്ങാൻ പറ്റണെങ്കിൽ ഈ RTO ഭയങ്കര പ്രശ്നക്കാരാണ് അമ്മച്ചി. പെട്ടെന്ന് ലൈസൻസ് കിട്ടിങ്ങനെ നമ്മളെ കൂടെ പഠിച്ചാ പെട്ടെന്ന് ലൈസൻസ് കിട്ടും. പഠിക്കാം. അല്ല അമ്മച്ചി, അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി മോനെ. ഈ 60-ാം വയസ്സിൽ എന്താ അമ്മച്ചിക്ക് ഈ ലൈസൻസ് എടുക്കണം എന്നൊരു പൂതി? എടാ മോനെ, നീ കേക്കണം. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടടാ. സരസ്വതിക്ക് ലൈസൻസ് ഉണ്ട്, സുമതിക്ക് ലൈസൻസ് ഉണ്ട്, രാജമണിക്ക് ലൈസൻസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടടാ. അല്ല, ഇവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഈ ചോദ്യം നീ അവരുടെ അടുത്ത് പോയി ചോദിക്കരുത്. അവരുടെ നാക്കിന് ലൈസൻസ് ഇല്ല. എന്നാലും ഇവർക്കൊക്കെ ലൈസൻസ് ഉണ്ടായിക്കോട്ടെ. അമ്മച്ചിക്ക് എന്താ ലൈസൻസ് എടുക്കാൻ തോന്നിയേ? എടാ, എന്റെ വീട്ടില് കാറുണ്ട്, ബൈക്കുണ്ട്, ജീപ്പുണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. അമ്മച്ചി എന്തിനാ ഇതൊക്കെ ഇവിടെ പറയണേ? എടാ, എനിക്കുള്ളതല്ലടാ എനിക്ക് പറയാൻ പറ്റൂ. ഓ, അന്ന് അമ്മച്ചി ഐശ്വര്യമായിട്ട് വണ്ടിയിലേക്ക് കയറിക്കോ. കേറാലേ? എടാ മോനെ, നേരത്തെ ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചായിരുന്നോടാ? ഇല്ലല്ലോ. അവരൊരു സാധനം മറന്നു. എന്താ പറഞ്ഞേ? അവര് 3 ചെരുപ്പ് മറച്ചു വെച്ചേക്കുന്നു. 3 ചെരുപ്പ്? എന്റെ പൊന്നോ, ഇത് ഞാൻ ആരെയാ പഠിപ്പിക്കുന്നേ? മോൻ എന്നെയല്ലേ പഠിപ്പിക്കുന്നേ? എന്തിനാ പഠിപ്പിക്കുന്നേ? ലൈസൻസ് കിട്ടാനാ മോനെ പഠിപ്പിക്കുന്നേ. എന്റെ പൊന്നമ്മച്ചി, ഇതാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അമ്മച്ചി, ഇനി ക്ലച്ച് എന്തിനാണെന്ന് അറിയോ? അത് മോനല്ലേ കൊണ്ടുപോയി വെച്ചേ, എനിക്ക് എങ്ങനെ അറിയാനാ? മോന്റെ നീ ആവശ്യത്തിന് കൊണ്ടുപോയി വെച്ചേക്കോണോ? എന്റെ മോൾക്ക് 18 വയസ്സായി. 2 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണാണ്. അപ്പൊ ശ്രീധനായിട്ട് 3 ലക്ഷം രൂപയും ഈ ക്ലച്ചും ഞാൻ ശ്രീധനായിട്ട് കൊടുക്കാൻ നേരിട്ടുണ്ട്. എന്നാ ഞാൻ അത് തൊടുന്നില്ല. തൊടണ്ട. ഓ, അന്നാ അമ്മച്ചി നമുക്ക് ആദ്യം ഗിയറിൽ തുടങ്ങാം. വേണ്ട മോനെ. എന്തേ? വേണ്ട മോനെ. എന്തുപറ്റി അമ്മച്ചി കരയില്ലേ? എന്റെ കെട്ടിയോന്റെ കാര്യം ആലോചിക്കുമ്പോളാ. കെട്ടിയോന്ന് പറ്റി? എന്റെ കെട്ടിയോന് ആദ്യം ബിയറിലാണ് തുടങ്ങിയത്. വലിയ കുടിക്കാരനായി. പറ്റത്തില്ല മോനെ, പറ്റത്തില്ല. അമ്മച്ചി ഞാൻ ബിയർ എന്നല്ല പറഞ്ഞ, ഗിയർ എന്നാണ് പറഞ്ഞത്. ഗിയർ എന്നാണോ? ഓ സോറി. അമ്മച്ചിക്ക് ഇതിൽ എത്ര ഗിയർ ഉണ്ടെന്ന് അറിയോ? എനിക്ക് അറിയത്തില്ലടാ മോനെ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി നോക്കി. എഴുതി വെച്ചിട്ടുണ്ടോ? 1 2 3 4 5. എടാ മോനെ, എന്തേ 5 കഴിഞ്ഞിട്ടുള്ള 6 എന്താ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നേ? എന്റെ അമ്മച്ചി, അത് റിവേഴ്സിന്റെ 6ആണ്. റിവേഴ്സിന്റെ 6. അമ്മച്ചിക്ക് ഫസ്റ്റ് എങ്ങോട്ടാ ഇടണ്ടേന്ന് അറിയോ? ഫസ്റ്റ് താഴോട്ടാണ്. പിടിച്ചങ്ങോട്ട് ഇട്ടാലോ മോനെ? താഴോട്ടങ്ങനെ പിടിച്ചിട്ട അങ്ങനെ മേപ്പോട്ട് പോവും. അയ്യോ വേണ്ട മോനെ, വേണ്ട. അമ്മച്ചി ഇപ്പൊ ഇങ്ങനെ റോട്ടിൽ കൂടെ പോവാന്ന് വിചാരിക്കുക. അപ്പൊ അമ്മച്ചിക്ക് പെട്ടെന്ന് ഇടത്തോട്ട് തിരിക്കണം. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യും? ഞാൻ വേഗത്തിൽ എടുത്തോണ്ട് ഇങ്ങോട്ട് തിരിക്കും. എന്തൊരു കഷ്ടാ നോക്ക്. എന്റെ അമ്മച്ചി അത് അങ്ങനെയല്ല, ഇങ്ങനെ കാണിക്കണമെന്ന്. എന്താടാ നീ എന്നെ അങ്ങോട്ട് വിളിക്കുന്നേ? അല്ലെങ്കിലേ മുട്ടിന് വേദന എന്തൊക്കെയുണ്ട്, നീ ഇങ്ങോട്ട് വാ. അമ്മച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇടതോട്ട് തിരിക്കുമ്പോ ഇങ്ങനെ കാണിക്കണമെന്ന്. ഓ, ഇങ്ങനെ കാണിക്കണമെന്നാ? കാണിക്കാം. എങ്ങോട്ടാ? ഇങ്ങോട്ട് വാ. അതായിരുന്നു. എന്താ ബ്രോ, നല്ല സ്പീഡൊക്കെ ആണല്ലേ? നീ ഏതാ? എനിക്ക് പെട്ടെന്ന് ഒരു ലൈസൻസ് വേണം. അങ്ങനെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങാൻ വരണ സാധനല്ലേ ഈ ലൈസൻസ്. അതിനൊക്കെ കുറെ പഠിക്കാനുണ്ട്. അല്ല, തന്റെ പേരെന്താ? I am lucky from മട്ടാഞ്ചേരിയാണ് സാറേ. തന്റെ ജോലി? മീൻ കച്ചവടമാണ് സാറേ. എന്ത് പറ്റി?
ഒന്നും പറ്റിയതല്ല, ഇത് നമ്മുടെ സ്റ്റൈലാണ്. അതെ. കേട്ടില്ലേ? യോ യോ ഓ അപ്പൊ നിങ്ങക്ക് വയ്യാതെ കിടക്കണം യോ യോ നാക്കോ? സ്റ്റൈൽ കുറച്ച് മാറ്റി പിടിക്കും സാറേ. എന്നിട്ട് അയ്യോ അയ്യോ നാക്ക് സാറേ. എന്നാലും സ്റ്റൈല് നമ്മൾ ഇവിടത്തില്ല സാറേ. ശരി, തനിക്ക് ഞാൻ ലൈസൻസ് ഒക്കെ തരാം. പക്ഷെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അതിന് ഉത്തരം പറയണം. പറ ബഡേ. ബഡ്ഡീന്നാ? നമ്മൾക്കൊരു വൈബല്ലേ സാറേ? ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? സാറ് ഇതറിയാത്ത ആരേ ലോകത്തോളെ പടക്കണ ചാള അല്ലേ? എനിക്ക് അപ്പഴേ മനസ്സിലായിരുന്നു. എടോ ഇത് പിടക്കണ ചാളയല്ല. ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? സാറേ നടക്കൂല. എന്ത് നടക്കത്തില്ലാന്ന്? നടക്കൂലെന്ന്? 10 രൂപയുടെ ചാള 5 രൂപ കിട്ടുന്നല്ലേ? നടക്കത്തില്ല സാറേ. തന്റെ മുമ്പില് പെട്ടെന്ന് ട്രാഫിക് ലൈറ്റില് ചോപ്പ കളർ കത്തി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി ഒറ്റ നിർത്തും. ആ വെരി ഗുഡ് വെരി ഗുഡ്. കണ്ട് പഠിക്കുക. അവന് റോഡ് നിയമങ്ങളൊക്കെ അറിയാം. കണ്ട് പഠിച്ചോ? ആ മഞ്ഞ ലൈറ്റ് എത്തി. ഞാൻ അവിടെ തന്നെ നിൽക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് പച്ച ലൈറ്റ് എത്തി. ഞാൻ അവിടെ തന്നെ നിൽക്കും. എടോ അവിടെ വണ്ടി നിർത്താൻ പാടില്ല, വണ്ടി എടുത്തിട്ട് പോണ്ടേ? സാറേ ഈ കളർക്ക് കത്തുന്നതാണ് എന്ത് രസാ സാറേ. നല്ല കിളി പറക്കും സാറേ. തനിക്ക് 8 എടുക്കാൻ അറിയോ? എന്ത് ചോദ്യാ സാറേ. അമ്മച്ചി എന്ത് ചോദ്യാ. സാറേ ഒരു 10 എടുത്തേ. 10? അതെന്തിനി? സാറ് ഒരു 10 എനിക്കായിരുന്നു. അതിൽ ഞാൻ 8 എടുക്കുന്ന ബാക്കി 2 ഞാൻ സാറിനായിരുന്നു. അതല്ലേ എനിക്ക് അപ്പളേ മനസ്സിലായത്. എടോ അത് അങ്ങനെ അല്ലടോ. നിങ്ങളോട് 2 പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ബൈക്കിലാണെങ്കിൽ 8 കൊടുക്കണം, കാറിലാണെങ്കിൽ 8 കൊടുക്കണം. അപ്പൊ നീ 8 കൊടുക്കണം, അമ്മച്ചി 8 കൊടുക്കണം. നടക്കത്തില്ല സാറേ, പറ്റത്തില്ല. ഞാൻ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോ പോലും എച്ചിലെടുക്കാറില്ല, പിന്നെ എച്ചിലെടുക്കാൻ പോലും. ഒരു കാര്യം ചെയ്യ്, ഞാൻ വേണമെങ്കിൽ 8 എടുത്തോളാം, ഇവനോട് വേണമെങ്കിൽ എച്ചിലെടുക്കാൻ പറ. അല്ല പിന്നെ അമ്മച്ചി എന്ത് ജാടാണോ? എനിക്ക് എച്ചിലെടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. എച്ചിലെടുക്കുന്നല്ലേ ഇവിടുത്തെ പ്രശ്നം? എച്ചില് ഞാനെടുത്ത്. ഓ ഇത് ഞാൻ ആരെയാ പഠിപ്പിക്കുന്നേ? എന്തിനാ പഠിപ്പിക്കുന്നേ? ഇവിടെ ഇപ്പൊ എന്തായിരുന്നു പ്രശ്നം? എച്ചിലെടുക്കുന്നതിന് പ്രശ്നം. എച്ചിലിപ്പോ ആരെടുത്തേ? അത് സാറാണ് എടുത്തേ. എച്ചിലെടുത്ത കൈ കഴുകണ്ടേ? അപ്പൊ ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം.